ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ് സജി, ഇപ്പോൾ ഉണ്ടാക്കുന്ന ഹൈക്കോടതി ഉത്തരവ് മൂലം ഈ ആന എഴുന്നള്ളിപ്പ് നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവർ നമ്മുടെ ഉന്നത നീതിന്യായാസനത്തെ സമീപിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ്കെൻ, ഈ ആനയെഴുന്നള്ളിപ്പ് സംബന്ധിച്ച് ഹൈക്കോടതി പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ ഈ പൂരം നടത്തിപ്പ് തന്നെ വലിയ വെല്ലുവിളിയായി മാറുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കുന്നംകുളത്ത് കാർത്തിയായനി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലും ഈ പൂരം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ മാർഗനിർദ്ദേശങ്ങളിൽ ഇളവ് നേടാനുള്ള ഒരു നീക്കത്തിലേക്ക് ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ കടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പറയുന്നത് ഈ ഹൈക്കോടതി ഈ മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് 2 ഉത്തരവുകൾ പുറത്തിറക്കിയിരുന്നു. ഈ 2 ഉത്തരവുകളും റദ്ദാക്കണമെന്നുള്ളതാണ് ഈ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലൂടെ ഇരു ദേവസ്വങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറിയുടെ പേരിലാണ് ഈ ഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ചട്ടഭേദഗതി അടക്കമുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടുണ്ട്. അത് ചട്ടഭേദഗതി കൊണ്ടുവരുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ചട്ടഭേദഗതി സംബന്ധിച്ച് കൊണ്ടുവരുന്ന നിർദ്ദേശങ്ങൾ ഹൈക്കോടതിയെ കൂടി അറിയിക്കണമെന്നൊരു ക്ലോസ് ഈ ഉത്തരവിന്റെ ഭാഗമായി ഹൈക്കോടതി മുന്നോട്ട് വച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ചട്ടഭേദഗതി സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ എത്രത്തോളം പ്രായോഗികമാകും എന്ന് സംബന്ധിച്ച് ഈ ദേവസ്വങ്ങൾക്കും സർക്കാരിനും എല്ലാം തന്നെ വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് ചട്ടഭേദഗതി നടക്കട്ടെ, മറുവശത്ത് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു നിലപാട് നേടിയെടുക്കാൻ കഴിയുമോ എന്നതാണ് ദേവസ്വം പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ പൂരക്കമ്മിറ്റികളുടെ നേതൃത്വത്തിലെല്ലാം തന്നെ വലിയ പ്രതിഷേധവും ശക്തമാവുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. താങ്ക് യു സൂരജ്.